നാം എത്രയോ ഭാഗ്യവാന്മാരാണ്. നമ്മെ ആനന്ദം കൊള്ളിക്കുന്ന വിടർന്ന മനോഹരമായ എത്രയെത്ര പുഷ്പങ്ങളാണ് ഭൂമിയിൽ. മനം മയക്കുന്ന സുഗന്ധമുള്ള എത്രയോ പുഷ്പങ്ങൾ, എത്രയോ വർണ്ണങ്ങൾ. എന്തുകൊണ്ടാണ് ഈ പൂക്കൾ ഇത്ര മനോഹരമായത്? ഒറ്റ ഉത്തരമേ ഉള്ളൂ. അതിനെ പരാഗണം നടത്താൻ വരുന്ന പ്രാണികളെ ആകർഷിക്കുവാൻ വേണ്ടി ഇത്ര മനോഹരമായി. അവരെ ആകർഷിക്കുവാൻ വേണ്ടി മനമയക്കുന്ന സുഗന്ധം ഈ പൂക്കൾക്കുണ്ടായി. പൂക്കളുടെ ഈ ലോകത്തേക്ക് വീണ്ടും സ്വാഗതം. വെൽക്കം ടു സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് പാർട്ട് 2. Let us discuss pollination and the types of pollination. Pollination, transfer of pollen grains from anther to the stigma of the pistil, is called pollination. Types of pollination: autogamy, geitonogamy, and cynogamy. Autogamy or self-pollination, the process of transfer of pollen grains from the anther to the stigma of the same flower is called autogamy. ഒരേ പൂവിൽ അതിൻ്റെ ആന്തറിൽ നിന്നും പോളൻ ഗ്രെയിൻസ് അതിൻ്റെ തന്നെ സ്റ്റിഗ്മയിൽ പതിക്കുന്നതിനെയാണ് ഓട്ടോഗമി അഥവാ സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്. Geitonogamy, another type of self-pollination. Geitonogamy, the transfer of pollen grains from the anther to the stigma of another flower of the same plant. ഒരു ചെടിയിലെ ഒരു പൂവിൽ നിന്നും അതേ ചെടിയിലെ മറ്റൊരു പൂവിലേക്കുള്ള പരാഗണമാണ് geitonogamy. Remember one important point. Functionally, geitonogamy is a cross-pollination, but genetically it is self-pollination. ഫങ്ഷൻ വെച്ച് നോക്കുമ്പോൾ ഒരു പൂവിൽ നിന്നും വേറൊരു പൂവിലേക്ക് ആയതുകൊണ്ട് ക്രോസ് പോളിനേഷൻ എന്ന് പറയാം. പക്ഷേ ജെനറ്റിക്കലി ഒരേ ചെടിയിൽ നടക്കുന്നുകൊണ്ട് ജനിതകപരമായിട്ട് പോളൻ ഗ്രെയിൻസ് മാറാത്തത് കൊണ്ടും geitonogamy, it is said to be self-pollination. Cynogamy or cross-pollination, the process of transfer of pollen grains from the anther of a flower to the stigma of the flower of another plant of same species is called cynogamy. ഒരു ചെടിയിലെ ഒരു പൂവിൽ നിന്നും അതേ വർഗത്തിലെ മറ്റൊരു ചെടിയിലെ പൂവിലേക്കുള്ള പരാഗണമാണ് സീനോഗമി അഥവാ ക്രോസ് പോളിനേഷൻ. ഇതാണ് യഥാർത്ഥത്തിലുള്ള ക്രോസ് പോളിനേഷൻ. ഒരേ വർഗത്തിൽപ്പെട്ട രണ്ട് ചെടികളിലെ പൂക്കൾ തമ്മിലുള്ള പരാഗണം. ദാറ്റ് ഈസ് വാട്ട് വി കോൾ സീനോഗമി ഓർ ക്രോസ് പോളിനേഷൻ. വയോള, ഓക്സാലിസ്, കോമലീന തുടങ്ങിയ ചെടികളിൽ കാണുന്ന രണ്ട് തരത്തിൽപ്പെട്ട പൂക്കളുണ്ട്. ചാസ്മോഗ്യാമസ് ഫ്ലവേഴ്സ് ആൻഡ് ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ്. അവയെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ചാസ്മോഗ്യാമസ് ഫ്ലവേഴ്സ് ആൻഡ് ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ്. Chasmogamous flowers or open flowers. These flowers are similar to other flowers with exposed anthers and stigma. പൂർണ്ണമായും വിടർന്ന പുഷ്പങ്ങളാണ് ചാസ്മോഗ്യാമസ് ഫ്ലവേഴ്സ് അഥവാ ഓപ്പൺ ഫ്ലവേഴ്സ്. ഇതളുകൾ വിരിഞ്ഞ് എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്റ്റേമെൻസും സ്റ്റിഗ്മയുമുള്ള പുഷ്പങ്ങളാണ് ഇവ. ഇവയ്ക്ക് ഉദാഹരണങ്ങളാണ് വയോള, ഓക്സാലിസ്, കോമലീന തുടങ്ങിയ ചെടികളിലെ പുഷ്പങ്ങൾ. ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ് ഓർ ക്ലോസ്ഡ് ഫ്ലവേഴ്സ്. These are flowers which do not open at all.
ഒരിക്കലും വിടരാത്ത പുഷ്പങ്ങളാണ് ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ് അഥവാ ക്ലോസ്ഡ് ഫ്ലവേഴ്സ്. ഇതിൽ നടക്കുന്ന പോളിനേഷൻ സാധ്യമായത് സെൽഫ് പോളിനേഷൻ ആണ്. Only self-pollination takes place inside Cleistogamous flowers. Chasmogamous and Cleistogamous flowers കാണുന്ന ചെടികളാണ് വയോള, ഓക്സാലിസ് ആൻഡ് കോമലീന. Okay, let us discuss the agents of pollination. പോളിനേഷൻ നടത്തുന്ന ഏജൻസ് രണ്ട് തരത്തിലാണ്: ബയോട്ടിക് ഏജൻസ് ആൻഡ് എബയോട്ടിക് ഏജൻസ്. ബയോട്ടിക് ഏജൻസ് എന്ന് പറഞ്ഞാൽ ലിവിങ് ഏജൻസ്, പരാഗണം നടത്തുന്ന ആനിമൽസ് ആണ് ഇതിൽ വരിക. എബയോട്ടിക് ഏജൻസ് എന്ന് പറഞ്ഞാൽ നോൺ ലിവിങ് ഏജൻസ്. ലെറ്റ് us see these agents in detail. പോളിനേഷൻ ഏജൻസ്, എബയോട്ടിക് ഏജൻസ്, ബയോട്ടിക് ഏജൻസ്. എബയോട്ടിക് ഓർ നോൺ ലിവിങ് ഏജൻറ്റിൽ വരുന്നു വിൻഡ്, വാട്ടർ. ബയോട്ടിക് ഓർ ലിവിങ് ഏജൻറ്റ്സ് ബേർഡ്, ഇൻസെക്റ്റ്, ബാറ്റ്. നമുക്ക് പഠിക്കുവാനുള്ളത് 3 തരം പോളിനേഷനെ കുറിച്ചാണ്: വിൻഡ് പോളിനേഷൻ, വാട്ടർ പോളിനേഷൻ, ഇൻസെക്ട് പോളിനേഷൻ. വിൻഡ് പോളിനേഷനെ അനിമോഫിലി എന്നും വാട്ടർ പോളിനേഷനെ ഹൈഡ്രോഫിലി എന്നും ഇൻസെക്ട് പോളിനേഷനെ എൻഡമോഫിലി എന്നുമാണ് പറയുന്നത്. ഇതിൽ നിങ്ങൾ പഠിക്കുമ്പോൾ വിൻഡ് പോളിനേഷനും വാട്ടർ പോളിനേഷനും കമ്പയർ ചെയ്ത് പഠിക്കണം. ഏറെക്കുറെ പോയിന്റ്സ് അതിനകത്ത് ഒരേപോലെ വരുന്നത് കാണാം. Now let us discuss the features of wind pollinated flowers. Features of wind pollinated flowers or anemophilous flowers. Pollen grains are light, non-sticky and dry. They have well-exposed stamens. They have large feathery stigma. Flowers are not colorful. They do not produce nectar and fragrance. Examples of wind pollinated flowers are maize, rice, wheat, coconut, date palm, etc. Okay, now let's discuss features of water pollinated flowers or hydrophilous flowers. Features of water pollinated flowers or hydrophilous flowers. Flowers are not showy, colored and scented. They are unisexual and nectarless. In Vallisneria, female flowers occur above the surface of water by their long coiled stalk. In Zostra or sea grasses, female flowers are remain submerged below the surface of water. In Zostra, pollen grains are long, ribbon-like and easily carried by water. Stigma of these flowers are sticky but unwettable. Pollination in Vallisneria. വാലിസ്നേറിയ എന്ന് പറയുന്ന ചെടിയിലെ പോളിനേഷൻ എക്സാമിന് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വാലിസ്നേറിയയിൽ മെയിൽ ഫ്ലവേഴ്സ് ഷോർട്ട്ലി സ്റ്റോക്ക്ഡ് ആണ്. ഇതിൽ നിന്നും പോളൻ ഗ്രെയിൻസ് മുകളിലേക്ക് വരുന്നു, വാട്ടർ സർഫസിലേക്ക്. ഫീമെയിൽ ഫ്ലവേഴ്സ് ലോങ് കോയിൽഡ് സ്റ്റോക്ക്ഡ് ആണ്.
ഫീമെയിൽ ഫ്ലവേഴ്സിൻ്റെ കോയിൽഡ് സ്റ്റോക്ക് ഇലോങ്ങേറ്റ് ചെയ്ത് ഫ്ലവർ വാട്ടർ സർഫസിലേക്ക് എത്തുന്നു. റിലീസ് ചെയ്യപ്പെട്ട മെയിൽ ഫ്ലവേഴ്സ് ഒരു ക്ലസ്റ്ററായി വാട്ടർ സർഫസിലൂടെ വാട്ടർ കറൻറ്റിലൂടെ ഒഴുകി ഫീമെയിൽ ഫ്ലവേഴ്സിൻ്റെ അടുത്തെത്തി പോളിനേഷൻ നടക്കുന്നു. പോളിനേഷന് ശേഷം ഫീമെയിൽ ഫ്ലവേഴ്സിൻ്റെ കോയിൽഡ് സ്റ്റോക്ക് വീണ്ടും കോയിൽ ചെയ്ത് ഫ്ലവർ താഴേക്ക് പോകുന്നു. നെക്സ്റ്റ്, ബയോട്ടിക് ഓർ ലിവിംഗ് ഏജന്റ്സ് ഓഫ് പോളിനേഷൻ. ഏതൊക്കെ ആനിമൽസ് ആണ് പോളിനേഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുക എന്നുള്ളത് നോക്കി മനസ്സിലാക്കാം. Majority of flowering plants use a range of animals as pollinating agents, such as bees, butterflies, beetles, moths, birds, bats. Okay, now let us discuss the features of insect pollinated flowers or entomophilous flowers. Flowers are large, colorful for attracting the insects. They produce rich nectar. They commonly produce fragrance. When the flowers are small, they clustered into an inflorescence and become conspicuous. The pollen grains are usually sticky and spiny. They supply food to the insects in the form of honey or pollen grains. Stigma becomes sticky in nature. പോളിനേഷൻ ഇൻ യൂക്ക. യൂക്ക എന്ന് പറയുന്ന ചെടിയിലെ പരാഗണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും എക്സാമിന് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. യൂക്ക എന്ന് പറയുന്ന ചെടിയും അതിൽ പോളിനേഷൻ നടത്തുന്ന മോത്തുമായിട്ട് അഭേദ്യമായിട്ടൊരു ബന്ധമാണുള്ളത്. എന്താണ് ഈ ബന്ധം എന്നുള്ളത് നമുക്ക് നോക്കാം. In yucca plant, pollination is done by a special moth called Pronuba eucacilla. The moth deposits its eggs in the locule of the ovary, and the flower in turn gets pollinated by this moth. The larvae of the moth comes out of the eggs as the seeds starts developing. It is obvious that the moth cannot survive without the yucca flowers, and yucca fails to reproduce sexually without moth. The plant yucca and the moth cannot complete their life cycle without each other. പ്രധാനമായും രണ്ട് തരത്തിലാണ് പോളിനേഷൻ: സെൽഫ് പോളിനേഷൻ ആൻഡ് ക്രോസ് പോളിനേഷൻ. ഇതിൽ ഏതായിരിക്കും പ്രകൃതി പ്രിഫർ ചെയ്യുന്ന പോളിനേഷൻ? തീർച്ചയായും സെൽഫ് പോളിനേഷൻ അല്ല, ക്രോസ് പോളിനേഷൻ ആണ് പ്രകൃതി പ്രിഫർ ചെയ്യുന്നത്. കാരണം ജനറ്റിക് വേരിയബിലിറ്റി ഉണ്ടാകുന്നത് ക്രോസ് പോളിനേഷനിലാണ്. പ്രകൃതി ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ ചെടികളിൽ ചില സംവിധാനങ്ങളുണ്ട്. സെൽഫ് പോളിനേഷൻ തടയുവാനും ക്രോസ് പോളിനേഷൻ എൻഹാൻസ് ചെയ്യുവാനും. ആ സംവിധാനങ്ങളെയാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്ന് പറയുന്നത്. ലെറ്റ് us see the outbreeding devices in detail. Outbreeding devices. The pollen release and stigma receptivity are not synchronized. The anther and stigma are placed at different positions. Self-incompatibility, a genetic mechanism, and the production of
unisexual flowers. Now let us discuss the pollen-pistil interaction. Pollen-pistil interaction. All the events from pollen deposition on the stigma until the pollen tube enters the ovule are together called pollen-pistil interaction. പരാഗണശേഷം സ്റ്റിഗ്മയിൽ പതിച്ച പോളൻ ഗ്രെയിൻസ് മുളച്ച് പോളൻ ട്യൂബ് സ്റ്റിഗ്മയിലൂടെ സ്റ്റൈലിലൂടെ വളർന്ന് ഓവറിയിലൂടെ ഒവ്യൂളിൽ പ്രവേശിക്കുന്നതുവരെയുള്ള എല്ലാ പ്രതിഭാസങ്ങളെയും ഒരുമിച്ച് പറയുന്ന പേരാണ് പോളൻ-പിസ്റ്റിൽ interaction. Artificial hybridization. The process of crossing of two genetically different organisms artificially is called artificial hybridization. ജനിതകപരമായി വ്യത്യസ്തങ്ങളായ രണ്ട് ചെടികളെ കൃത്രിമമായി ഒന്നിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണിത്. ഇതുവഴി നമുക്ക് അത്യുൽപാദന ശേഷിയുള്ള ഒരുപാട് ചെടികളെ നിർമ്മിച്ചെടുക്കുവാൻ സാധിക്കും. Now let us discuss the steps of artificial hybridization. Steps of artificial hybridization: emasculation, bagging, artificial pollination and rebagging. Emasculation: the process of removal of anthers from the flower bud before the anther dehisces using a pair of forceps is called emasculation. Bagging: the emasculated flowers have to be covered with a bag of suitable size, generally made up of butter paper, to prevent contamination of its stigma with unwanted pollen. This process is called bagging. Artificial pollination: when the stigma of bagged flower attains receptivity, the mature pollen grains collected from anthers of selected male parent are dusted on its stigma. This process is called artificial pollination. Rebagging: after artificial pollination, the pollinated flower is to be bagged again to prevent unwanted pollen. This process is called rebagging. After rebagging, the fruits are allowed to develop. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് പാർട്ട് 2 ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ഭാഗത്ത് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.